Hello everyone, welcome to RANS Learning Portal. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് രണ്ട് പുതിയ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താ ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, electrolysis of a molten sodium chloride is conducted. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം നമ്മൾ നടത്തി. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് അയോൺസ്, ഏതൊക്കെ അയോൺസ് ആണ് പ്രസന്റ് ഇൻ ദ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, അവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ ഏതാണ് എന്നൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ്, നമ്മളിവിടെ 2 ഇലക്ട്രോഡുകൾ എടുത്തു അല്ലേ, എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. പോസിറ്റീവ് ആണ് ആനോഡാണ്, നെഗറ്റീവ് കാഥോഡാണ്. പിന്നെ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ ആരുണ്ട്? NaCl ഉണ്ട്, ഉരുകിയ മോൾട്ടൺ NaCl ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇതിലൂടെ ഇലക്ട്രിസിറ്റി, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ സെറ്റപ്പ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇതിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി ഇതിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ NaCl എന്തായിട്ട് മാറും? NaCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na+ഉം Cl- ആയിട്ട് മാറുകയാണ് ചെയ്യണത് അല്ലേ. ഇപ്പൊ നമ്മുടെ ഇവിടെ ആരിയ്ക്കുന്നുണ്ട്? Na+ ഇരിക്കുന്നുണ്ട്, Cl- ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പോസിറ്റീവിന് എപ്പോഴും നെഗറ്റീവിന്റെ അടുത്തേക്ക് പോകാനാവുമല്ലോ ഒരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള Na+ എവിടെ പോയിരിക്കും? ഇവിടെ ഈ കാഥോഡിൽ വന്നിട്ടിരിക്കും, നെഗറ്റീവിൽ വന്നിരിക്കും. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള Cl- പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിൽ വന്നിരിക്കും, ഇവിടെ വന്നിരിക്കും. ഇനിയാണ് നമ്മൾ ഓക്സിഡേഷനും പ്രൊഡക്ഷനും നടക്കാൻ പോകുന്നത്. അപ്പൊ ആനോഡിൽ എന്താ നടക്കുന്നത്? ഇപ്പോ ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടന്നത്. അപ്പൊ നമുക്ക് ആനോഡിൽ റിയാക്ഷൻ എഴുതാം. ആനോഡിൽ എന്തായിരിക്കും നടന്നത്? ആനോഡിൽ ഇപ്പൊ ആരാണ് വന്നിരിക്കുന്നത്? Cl- ആണ് വന്നിരിക്കുന്നത്. അപ്പൊ Cl- എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Cl- gives Cl+2 ഇലക്ട്രോൺ. നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്തു, 2 ഇട്ടു, ഇവിടെയും 2 ഇട്ടു അല്ലേ. ഇനി എന്താണ്? കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എന്താണ്? Na++1 ഇലക്ട്രോൺ നമുക്ക് എന്ത് കിട്ടും? Na എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഇതാണ് ഉരുകിയ സോഡിയം ക്ലോറൈഡിലെ ഓക്സീകരണവും നിരോക്സീകരണവും ഓക്സിഡേഷനും റിഡക്ഷനും ഇത്രയാണ് നടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. അപ്പൊ എന്താണ്, ഏതൊക്കെ അയോണുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെ അയോണുകൾ അവിടെ ഉള്ളത്? നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. NaCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na+ഉം Cl-ഉം. അപ്പോ Na+ ഉണ്ടായിരിക്കും, Cl- ഉണ്ടായിരിക്കും. അറ്റ് വിച്ച് അപ്പൊ നമുക്ക് എന്തുണ്ടാവും? Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും നമുക്ക് കിട്ടുന്ന. പിന്നെ എന്തായിരുന്നു? വാട്ട് ഇസ് ദ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? ഉരുകിയ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകം ഏതാണ്? പോസിറ്റീവ് ഇലക്ട്രോഡിൽ ആരെയാണ് നമുക്ക് കിട്ടുന്നത്? ക്ലോറിനല്ലേ കിട്ടുന്നത് അല്ലേ. എന്താ അവിടെ കിട്ടുന്നത്? പോസിറ്റീവില് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? Cl2 ഗ്യാസ് അല്ലേ കിട്ടിയത്. അപ്പൊ രണ്ടാമത്തെ ആൻസർ എന്താണ്? Cl2 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് കാഥോഡിൽ എന്താ കിട്ടുന്നത്? നമ്മൾ പറഞ്ഞു Na++1 ഇലക്ട്രോൺ നമുക്ക് എന്ത് കിട്ടും? Na എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസറും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്ന അയോൺസ് ഏതാന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നമുക്കിവിടെ കാഥോഡിൽ എന്താണ് ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മോൾട്ടൺ NaCl ഇലക്ട്രോളിസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം നമുക്ക് അല്ലേ. ദ ഗിവൺ ഡയഗ്രാം റെപ്രസെന്റ് എ ഗാൽവാനിക് സെൽ. നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഗാൽവാനിക് സെൽ തന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ഗാൽവാനിക് സെൽ തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഇസ് ദ എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ? ഇവിടെ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, കെമിക്കൽ എനർജി എന്തായിട്ട് മാറും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. നമ്മുടെ രാസോർജ്ജം എന്തായിട്ട് മാറും, വൈദ്യുതി ഊർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയോ? കിട്ടി. ഇനി അടുത്തത്, അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെല്ലുകളിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്, ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ട്രിക്ക് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ലെഫ്റ്റില് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. അപ്പൊ എന്താണ് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത്? ആൻസർ എന്താണ്, ആനോഡിലാണ് അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലേ? പിന്നെ ഐഡന്റിഫൈ ദ കാഥോഡ് ഇൻ എ ഗിവൻ സെൽ. കാഥോഡിൽ എന്താ, ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ സിമ്പിൾ അല്ലേ? കാഥോഡിൽ ഇപ്പൊ എന്തായിരിക്കും നടക്കുന്നത്, റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ കാഥോഡിൽ ഇവിടെ എന്താ നടക്കുന്നത്, റിഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് 3 എണ്ണത്തിന്റെ ആൻസർ കിട്ടി. റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദി കാഥോഡ്. ഈ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. കാഥോഡിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്, റിഡക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? അപ്പൊ കാഥോഡിൽ ആരാണ് ഇവിടെ ഇരിക്കുന്നത്, ആരാ, കോപ്പർ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്ത് കിട്ടും നമുക്ക്, Cu2+2 ഇലക്ട്രോൺ, Cu എന്ന് കിട്ടും. ഇതാണ് നമ്മളെ നാലാമത്തെ ആൻസർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? നമുക്കൊരു ഗാൽവാനിക് സെല്ല് തന്നിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അത് നമ്മൾ പറഞ്ഞു, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. പിന്നെന്താ നമ്മുടെ ക്വസ്റ്റ്യൻ, ഇവിടെ എന്താണ് നടക്കുന്നത് അല്ലേ, ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് എവിടെയാണ് നടക്കുന്നത്, ആനോഡിലാണ്. നമ്മളൊരു ട്രിക്ക് വെച്ചിട്ട്, ലോണിലെ ട്രിക്ക് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, കാഥോഡിൽ എന്തായിരിക്കും, ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ കാഥോഡിൽ സ്വാഭാവികമായിട്ട് റിഡക്ഷൻ തന്നെ ആവുമല്ലോ നടക്കുക. പിന്നെന്താ നമ്മളോട് കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എഴുതാൻ പറഞ്ഞു. ഇവിടെ കാഥോഡിൽ ആരിക്കുന്നുണ്ട്, കോപ്പർ ദണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ Cu2+2 ഇലക്ട്രോൺസ്, നമുക്ക് എന്ത് കിട്ടും, Cu. സിമ്പിൾ അല്ലേ? കഴിഞ്ഞു. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഒന്ന് നമ്മൾ എന്ത് പറഞ്ഞു, സോഡിയം ക്ലോറൈഡ്, ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു, വളരെ സിമ്പിൾ ആണ്. ഇത് ഇത്രയും ഈ സെറ്റപ്പ് ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇനി അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ഗാൽവാനിക് സെല്ലിലുള്ള ഒരു ക്വസ്റ്റ്യനും പറഞ്ഞു. അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ബൈ.